ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാന് അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യവും ദീർഘായുസ്സുമുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ പ്രവർത്തികളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുക തന്നെ ചെയ്യും. ദൈവാത്മാവ് നമ്മളെ സകലത്തിലും എന്ന അനുഗ്രഹമാക്കി തീർക്കുന്നല്ലോ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിലാണ് നിങ്ങൾ ഞാനും ആയിരിക്കുന്നത്. ദൈവാത്മാവ് നമ്മളെ എല്ലാ കാര്യത്തിലും അത്ഭുതമാക്കുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ വലിയ പ്രവർത്തികളെ കേൾക്കുവാനും കാണുവാനും ഒക്കെയും ദൈവം നമ്മളെ ശക്തീകരിക്കുന്നല്ലോ, ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നല്ലോ. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. തുടർച്ചയായിട്ടുള്ള കർത്താവിൻ്റെ വചനം കേൾക്കുകയും ആ വചനപ്രകാരം പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് കേൾക്കുവാനും സാക്ഷ്യങ്ങളായിട്ടത് കേൾക്കുവാനും ഒക്കെയും ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നുണ്ട്. ഇന്നും നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങളുടെ മുമ്പാകെ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പരിചിതമായ വാക്യമാണ്, എപ്പോഴും നമ്മൾ കേൾക്കുന്ന വചന ഭാഗം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വാക്ക് ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു. അതെവിടെ മുതലാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തിലാണ് അത് വരുന്നതെന്നുള്ളത്. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കാറുണ്ട്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി സംഭവിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വലിയ കാര്യങ്ങളാണ് ബൈബിളിൽ നിന്ന് കേൾക്കുന്നത്, ചെറിയ കാര്യങ്ങളല്ല, വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല? നമ്മളെപ്പോഴും ചോദിക്കണം. ബൈബിളിൽ പറയുന്നത് പോലെയുള്ള പ്രവൃത്തികൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പരിശോധിക്കുന്നവരാകണം. അത് സംശയമല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് എന്താണോ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? എത്തിപ്പെടുകയാണ്. അപ്പൊ അതേപോലെ തന്നെ ചില സംശയങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യണം. ആ സംശയം, എല്ലാ സംശയവും ദൈവത്തിനെതിരെയുള്ള, ചിലർ പറയുന്നത് നമ്മൾ അങ്ങനെ വരുന്ന സംശയം പിശാചിന്നായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ മാനുഷികമായിരിക്കും. അല്ല, നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് വചനത്തിലുള്ള അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഉണ്ടാകുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല? ഒന്നാമത് നാം മനസ്സിലാകണം, ദൈവത്തിൻ്റെ എന്നെ പറ്റിയുള്ള പദ്ധതികളെ ഞാൻ ആദ്യം തന്നെ തിരിച്ചറിയണം. എന്താണ് ദൈവത്തിന് എന്നെ പറ്റിയുള്ള പദ്ധതി? ബൈബിളിൽ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ദൈവത്തെ പറ്റിയും, രണ്ട് ദൈവത്തിലുള്ളവരെ പറ്റിയും. എൻ്റെ കൂടെ എന്ന് പറഞ്ഞു, ദൈവത്തെ പറ്റിയും ദൈവത്തിലുള്ളവരെ പറ്റിയും ബൈബിൾ പറഞ്ഞിരിക്കുന്നവരാ. ആമേൻ, ആമേൻ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ദൈവത്തെ പറ്റിയും, രണ്ട് ദൈവത്തിൽ ഉള്ളവരെ പറ്റിയും. അപ്പൊ ആദ്യം ദൈവത്തെ പറ്റി നാം മനസ്സിലാക്കണം, രണ്ട് ദൈവത്തിലുള്ള നിങ്ങളെ പറ്റി എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതിനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ്. 15-16. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല. ബൈബിൾ പറയുകയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതല്ല, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. രണ്ട് കാര്യം ശ്രദ്ധിച്ചോണം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത്. നമ്മൾ പലപ്പോഴും പറയത്തില്ല, ഞാൻ ഇപ്പം ബ്രദറെ യേശുവിലേക്ക് വിശ്വാസത്തിലേക്ക് വന്നു. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല പറയുന്നത്. ഞാൻ ഇന്ന സമുദായത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ജീവിത രീതിയിലുള്ള മനുഷ്യനായിരുന്നു. അപ്പൊ ഏതോ ഒരു ബ്രദർ വന്നിട്ട് പറഞ്ഞു, യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ കുടുംബം രക്ഷപ്പെടും, ജീവിതം രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേക്കും യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചു, വചനം കേട്ടു, പഠിച്ചു. പക്ഷെ ബൈബിൾ പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഏറ്റവും വലിയ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചു. യേശു നമ്മളെ തിരഞ്ഞെടുത്തു. പക്ഷെ നമ്മളെ പഠിച്ചേക്കുന്ന മുഴുവൻ എങ്ങനെയാണ്?
ഞാൻ കർത്താവിനെ തെരഞ്ഞെടുത്തു, ഞാൻ യേശു ക്രിസ്തുവിന്റെ മാർഗം തെരഞ്ഞെടുത്തു. പക്ഷെ നിങ്ങൾ അറിയണം, നിങ്ങളെ ദൈവം സെലക്ട് ചെയ്തതാണ്. എത്ര ഭാഗ്യവാന്മാരല്ലേ? നമ്മുടെ നാട്ടിൽ എത്രയോ നമ്മളെക്കാൾ മിടുക്കന്മാരുണ്ടായിരുന്നു, കുടുംബ മഹിമയുള്ളവരുണ്ടായിരുന്നു, ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു. പക്ഷെ അവരെ പറ്റിയൊന്നും ബൈബിൾ പറയുന്നില്ല. യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ ചിലർ സങ്കടത്തോടെ പറയും, ബ്രദറെ, എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ പ്രാർത്ഥനയ്ക്കുള്ളൂ, എൻ്റെ ബ്രദറെ, എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ വിശ്വാസത്തിലുള്ളൂ, എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ബ്രദറെ ബൈബിൾ കേൾക്കുകയും സൂം പ്രയർ കൂടുകയും ചെയ്യുന്നുള്ളൂ, എൻ്റെ ബ്രദറെ ഞാൻ മാത്രമേ ഉള്ളൂ ദൈവത്തെ ആരാധിക്കുന്നുള്ളൂ. നിങ്ങൾ ഭാഗ്യവാന്മാരാകട്ടോ. ഇന്നേ വരെ ലോട്ടറി അടിച്ച ആള് പറയാറുണ്ടോ? ഓ, എനിക്ക് മാത്രമേ ലോട്ടറി അടിച്ചുള്ളൂ, സങ്കടത്തോടെ പറയാറുണ്ടോ? എനിക്ക് മാത്രമേ ലോട്ടറി കിട്ടിയുള്ളൂ, എനിക്ക് മാത്രമേ, വളരെ സങ്കടത്തോടെ പറയാറുണ്ട്? ഇല്ല. അദ്ദേഹം വലിയ ഭാഗ്യവാനെ പോലെ സംസാരിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അടുത്ത വാക്യം പറയുന്നു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. ശ്രദ്ധിച്ചോണം, ഞാൻ ഫലം കായ്ക്കേണ്ടതിന്. അപ്പൊ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഫലം കായ്ക്കാൻ വേണ്ടി. ഒന്നുകൂടെ ഞാൻ പറയാം, യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി അറിയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ യേശുവിനെ അറിഞ്ഞതല്ല, യേശുക്രിസ്തു നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് നിങ്ങളെ എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. അപ്പൊ ഒരു ചോദ്യം, കർത്താവ് എന്തിനാണ് എന്നെ ഫലം കായ്പിക്കുന്നത്? എന്തിനാണെന്നറിയാവോ? ജീവനുള്ള ദൈവത്തെ ലോക മനുഷ്യന്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിന് എത്രയോ ചോയ്സുകൾ ഉണ്ടല്ലേ? നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ കോടാനുകോടി, നമ്മൾ ഈ കാണുന്ന മനുഷ്യന്മാരെക്കാൾ കൂടുതൽ കോടാനുകോടി ദൂതന്മാരുണ്ട് സ്വർഗത്തിൽ. ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് തിരുവനന്തപുരത്തോ കോട്ടയത്തോ കൊല്ലത്തോ ഇന്ത്യയിലോ ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ആ ചിറകെല്ലാം വിടർത്തിക്കൊണ്ട് താൻ ആകാശത്ത് ശൂന്യതയിൽ നിന്നുകൊണ്ട് ആ ചിറക് വിടർത്തിക്കൊണ്ട് ജീവനൊരു ദൈവം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ സർവ്വ സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യും? ഞെട്ടിപ്പോവും. കാര്യം ദൂതന്മാർക്ക് മനുഷ്യനേക്കാൾ സൂപ്പർ നാച്ചുറൽ പവറുകളുണ്ട്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ അവരാ ചിറകെല്ലാം വിടർത്തി വായുവിൽ നിന്നുകൊണ്ട് യേശു കർത്താവെന്ന് വിശ്വസിച്ചാൽ പറഞ്ഞാൽ നമ്മൾക്കത് വിശ്വസിക്കാൻ വളരെ എളുപ്പമല്ലേ? കാര്യം നമുക്ക് അതിശയിക്കുന്ന ഒരു കാര്യം, മനുഷ്യനൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, വായുവിൽ നിൽക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൂതന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിമിഷ നേരം കൊണ്ട് സഞ്ചരിക്കുവാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ചെയ്യുവാൻ കഴിയുന്ന ദൂതന്മാര് ഒരു ദിവസം കൊണ്ട് നമ്മുടെ നടുവിൽ വന്നുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട് പറയുവാൻ ഓപ്ഷൻ ഇരിക്കെ, അങ്ങനെ ഒരു വഴി സ്വർഗത്തിലെ ദൈവത്തിന് ഉണ്ടായിരിക്കെ, എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തത് എത്ര അനുഗ്രഹമാണെന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവ് പറഞ്ഞാൽ സെക്കൻഡിലൊക്കെ, നമ്മൾ പറയത്തില്ല പ്രകാശ വേഗത എന്നൊക്കെ പറയത്തില്ല, അതിനേക്കാൾ വേഗതയിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ച് ജനങ്ങളെ തൊടുവാൻ കഴിയുന്ന ശക്തന്മാരായ ദൂതന്മാരിരിക്കെ അവരെല്ലാം മാറ്റി നിർത്തിയിട്ട് കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിന്റെ മുമ്പിൽ യേശു ജീവിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാ. പക്ഷെ നമ്മുടെ ലൈഫ് പോണത് എങ്ങനെയാ? നമ്മൾ പലപ്പോഴും പോകുന്നതിനെയാ, എൻ്റെ ബ്രദറെ, ഞാൻ കർത്താവിനെ അറിയുന്നുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല, ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാ. പ്രാർത്ഥിക്കണം. എവിടെയോ നിങ്ങൾ കുരുങ്ങിയിട്ടുണ്ട്, എവിടെയോ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ കർത്താവ് പറയുന്ന വാക്കിന് മാറ്റമില്ല. യേശുക്രിസ്തു പറഞ്ഞായിരുന്നു, എന്താ പറഞ്ഞേക്കുന്നത്? ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം, ദൈവം നിങ്ങളെ ഫലം കായ്ച്ചാൽ, നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഈ കൃഷി ചെയ്യുന്ന സമയത്ത് കൃഷിക്കാരൻ കൊയ്ത്തിന്റെ സമയമാകുമ്പോൾ കള കയറാറുണ്ട് അല്ലേ? ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് അപ്രതീക്ഷിതമായിട്ട് മഴ വന്നിട്ട് ആ കൃഷി മൊത്തം എന്ത് ചെയ്യാറുണ്ട്? നശിച്ചു പോകും. ചിലപ്പോൾ അത് ഫലം കിട്ടത്തില്ല, വെള്ളം കയറിപ്പോവും, നമ്മളെ കീടങ്ങൾ വന്ന് നശിപ്പിക്കും, കള വന്നത് നശിപ്പിക്കും. അപ്പൊ ഒരു കൃഷിക്കാരന് ഫലം എന്ത് ചെയ്യാൻ പറ്റും? നിർമ്മിക്കാൻ പറ്റുമെങ്കിലും അത് അനുഭവിക്കാനുള്ള ചിലപ്പോൾ ഓപ്ഷൻ കുറവായിരിക്കും. പലപ്പോഴും കൃഷിക്കാർ സങ്കടപ്പെടാറില്ലേ? പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു മഴ വന്ന കൃഷി നശിച്ചുപോയി. എന്നാൽ ബൈബിൾ പറയുന്നു, നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. ശ്രദ്ധിച്ചോണം. അപ്പം നിങ്ങളെ ഫലം കായ്ക്കുകയും നിങ്ങളുടെ ഫലം തകർന്നു പോകാതിരിക്കുവാനും ഒരു സൂക്ഷിക്കുന്ന പരിപാടിയും ദൈവത്തിനുണ്ട്. ഇനി ഞാൻ ഈ ഫലത്തിൽ നിന്നൊന്ന് പുറത്തു വരാൻ വേണ്ടി പോവാ. എന്താണ് ഈ ഫലം എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ സാക്ഷ്യമാണ്. നിങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ ദൈവം സാക്ഷിയാക്കുന്നതിനാണ് ഈ ഫലം കായ്ക്കുക എന്ന് പറഞ്ഞത്. ഇനി ശ്രദ്ധിച്ചോണം, സ്വർഗസ്ഥനായ ദൈവത്തെ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കി, ചെറിയ ആൾക്കാരല്ല. ഇവിടെ വചനം പറയുന്നു, ഞാൻ അടുത്ത വാക്യം കൂടെ വായിക്കുന്ന കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവും.
അപ്പം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകാൻ ഇടയായിത്തീരും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷം 5:13 പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ശ്രദ്ധിച്ചോണം, കറിക്കാത്ത ഉപ്പാന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് എന്തോന്നിനാൽ രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടിക്കളയുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളത്തില്ല. അതിന്റെ അർത്ഥം ഉപ്പിനൊരു പ്രത്യേകത ഉണ്ട്. എത്ര നല്ല കറിയാണെങ്കിലും ഉപ്പിട്ടാൽ മാത്രമേ അതിന് രസം ഉണ്ടാകത്തുള്ളൂ, ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഉപ്പില്ലെങ്കിൽ എത്ര വിലപിടിപ്പുള്ള കറിയാണെങ്കിലും നമ്മൾ പറയത്തില്ല ഇതിനൊരു ഉപ്പില്ല. കാര്യം അതിന്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ബൈബിൾ പറയുകയാണ് നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. ഇനി ശ്രദ്ധിച്ചോണം, ഇനി നിങ്ങൾക്ക് ഉപ്പിന് രസം വരുത്തുന്നില്ലെങ്കിൽ അത് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നില്ല. അപ്പൊ നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടും മനുഷ്യന്റെ മുമ്പിൽ തല കുനിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ഉപ്പിന് രസം വന്നിട്ടില്ല. ശ്രദ്ധിച്ചു നോക്കി, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നതല്ല. അടുത്ത വാക്യത്തിൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ചിട്ട് അതാരും പറയിൻ കീഴിലല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത്, ഇപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അതിന്റെ അർത്ഥം മനസ്സിലായോ? കർത്താവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ലോകക്കാരുടെയും മുമ്പിൽ നിങ്ങൾ സാക്ഷി ആയിരിക്കും. എന്നൂടെ പറഞ്ഞാൽ നിങ്ങളെ യേശു സാക്ഷിയാക്കിയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില വലിയ വലിയ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം ഇട്ടുകൊണ്ട് അവരുടെ ആ ഒരു ബാഡ്ജും കുത്തിക്കൊണ്ട് ഇറങ്ങി വന്നാൽ നിങ്ങൾ എവിടുന്ന് വരുന്ന ആൾക്കാരാന്ന് ആരും ചോദിക്കത്തില്ല. നമ്മൾ ഉടനെ നോക്കുന്ന അദ്ദേഹത്തിന്റെ യൂണിഫോമിൽ കുത്തിയിരിക്കുന്ന ബാഡ്ജിലോട്ടാ. ആ ഒരു നെയിം ടാഗില് പേരിന്റെ താഴെ തന്നെ ഏത് കമ്പനിക്കാരാന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഫലം കായ്ക്കേണ്ടവരാണെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട യേശുക്രിസ്തു നിങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടി പോവാ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. നിങ്ങൾ ഇല്ലെങ്കിൽ, എന്റെ കൂടെ പറഞ്ഞ ഞാൻ ഇല്ലാതെ ഒരു അനുഗ്രഹം എന്റെ ഭവനത്തിൽ ഇല്ലെന്ന് പറ. ഞാൻ ഇല്ലാതെ ഒരു അനുഗ്രഹം ലോകത്തിനില്ലെന്ന് പറ. ആമേൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് ചില കുടുംബത്തിന്റെ അകത്ത് നിന്ന കേട്ടോണ്ടിരിക്കുന്നുണ്ട്. കർത്താവിനെ അറിഞ്ഞത് പ്രതി വലിയ ഭാരത്തിലും ഭയത്തിലും പരിഹാസത്തിലും പോകുന്നവരുണ്ട്. അപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളാണ് അനുഗ്രഹം. പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചൊക്കെ എന്നറിയാവോ, ഇങ്ങനെയൊക്കെ സഹിച്ചു, ഇങ്ങനെയൊക്കെ ജീവിച്ച് ഒന്നും അറിയാത്തൊരു വ്യക്തിയെ പോലെ അവസാനിക്കണമെന്നാണ് പിശാചിന്റെ ആഗ്രഹം. അല്ല, യേശു പറഞ്ഞത് കൊണ്ടോ, നിങ്ങൾ കറിക്കാത്ത ഉപ്പാന്നല്ല പറഞ്ഞേക്ക്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാ. അതിന്റെ അർത്ഥം നിങ്ങൾ ഉണ്ടെങ്കിലേ ലോകമുള്ളൂ എന്ന അർത്ഥത്തിലേക്ക് കർത്താവ് പറയുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വീട്ടിലെ വെളിച്ചമെന്നല്ല. 14-ാം വാക്യത്തിൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ശ്രദ്ധിച്ച, ലോകത്തിന്റെ വെളിച്ചം. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഈ ഒരു മുറിക്കകത്ത് വെട്ടമിട്ടാൽ ആ മുറിക്കകത്ത് പിന്നെ ഇരുട്ടിനിരിക്കാൻ കഴിയത്തില്ല. ഏതെങ്കിലും ഇരുട്ടുള്ള പ്രദേശത്തേക്ക് ഏതെങ്കിലും ഒരു വശത്ത് വെട്ടമിട്ടാൽ ആ വെട്ടം പ്രകാശം നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ ലോകക്കാരും നാട്ടുകാരും വീട്ടുകാരും പറയും, നീ ഒരു അനുഗ്രഹമാണ്, നിങ്ങളൊരു അനുഗ്രഹമാണ്, നീ അല്ലെങ്കിൽ നിങ്ങൾ ഇല്ല എങ്കിൽ ആ വീടൊരു അനുഗ്രഹമല്ല നിങ്ങളെ പറ്റി പറയുന്ന ഒരു ദിവസങ്ങൾ വരാൻ വേണ്ടി പോവാ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് പലപ്പോഴും കർത്താവിലേക്ക് വന്നിട്ടും നമുക്കിത് കാണാൻ കഴിയാത്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആരാന്നുള്ള ബോധ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വളരാൻ കഴിയുന്നില്ല. അവിടെയാ പ്രശ്നം. ഞാൻ വീണ്ടും പറയാം, എത്ര നല്ല കറി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയാലും ഉപ്പില്ലെങ്കിൽ, ഉപ്പിന് വലിയ വിലയൊന്നുമില്ല അല്ലേ? വലിയൊരു മീൻകറി വെച്ചാലോ ഇറച്ചിക്കറി വെച്ചാലോ മറ്റേത് കറി വെച്ചാലോ ആ കറികളുടെ മേടിക്കാൻ പോകുന്ന സാധനങ്ങളുടെ ഒരു അംശം മാത്രമേ വില എന്തുള്ളൂ, ഉപ്പിനുള്ളൂ. പക്ഷെ ഉപ്പില്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ വലിയ ഭംഗിയോ കാണത്തില്ലായിരിക്കാം, നിങ്ങൾക്ക് വലിയ ലോകപ്രകാരം അവർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ ആഡംബരമായിട്ടൊന്നും ഇല്ലായിരിക്കാം, നിങ്ങൾക്ക് വലിയ വലിയ വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ മാന്യമായുള്ള ജീവിത നിലവാരമില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ തന്നെ പറഞ്ഞു പഠിക്കണം, ഞാൻ ഇല്ലെങ്കിൽ ലോകമില്ല, ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പോവുക. ഇത് എൻ്റെ പ്ലാൻ അല്ല, ദൈവത്തിന്റെ പ്ലാനാ. ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, ഞാൻ മുഖാന്തരം എൻ്റെ നാട് അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും, ബ്രദർ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നതല്ല കേട്ടോ, ദൈവത്തിന്റെ പദ്ധതിയാണ് ഇത് തുറന്നു തരുന്നത്.
ദൈവത്തിന്റെ പ്ലാൻ പറയുന്നു. ഞാൻ പലപ്പോഴും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ, നമ്മളെപ്പറ്റി വീടിന്റെ അകത്ത് ഒത്തിരി പരാതികളും പഴികളും കേൾക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ പറയാറില്ല, എന്റെ കർത്താവേ, ഞാൻ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പഴികളും ആവശ്യമില്ലാത്ത ദുഃഖകരമായിട്ടുള്ള വാക്കുകളും കേൾക്കുന്നത്? അപ്പൊ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരാറില്ലേ? നമ്മൾ ഉടനെ പറയും, കർത്താവേ, നീ ഇതെല്ലാം കാണുന്നില്ല. അങ്ങനെ പറയരുത്. അവിടെ ആ വിഷയം. കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ കർത്താവിന്റെ ആഗ്രഹം എന്താണെന്നറിയാവോ? യേശു പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാ. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിന്. നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി ഞാനിപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ ഈ വാക്ക് വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു നോക്കി, അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പൊ ലോകത്തിന്റെ മുമ്പിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചത് ദൈവം നിങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ, ആ കളിയാക്കം കേട്ടുകൊണ്ട് തല കുനിച്ചു പോകാൻ നിൽക്കുന്നവരല്ല. നമ്മളെ ഇന്ന് കളിയാക്കുന്ന ആളുകൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറയാൻ പോവാ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് പരിഹസിക്കുന്നവർ നാളെ നിങ്ങളുടെ മുമ്പിൽ വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് കേൾക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞ് ശീലിക്കണം. പലപ്പോഴും എന്താ സംഭവിക്കുന്നറിയാവോ? നമ്മുടെ എല്ലാവരുടെയും ചിന്ത എന്ന് പറയാൻ, നമ്മൾ ഈ പഴിയും നിന്നയും പരിഹാസവും തകർച്ചയും ഭാരവും ഒക്കെ ചുമക്കാൻ വിധിക്കപ്പെട്ടവരാന്നല്ല. യേശു പറഞ്ഞ എന്തുവാ? നിങ്ങൾ ഫലം കായ്ക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. ഇവ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു കൃഷിക്കാരൻ ഒരു സ്ഥലം മേടിച്ചിട്ട് അതിങ്ങനെ ട്രാക്ടറെ കൊണ്ടുവന്ന നിലം മൊത്തം ഉഴുത് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഏറ്റി വിത്തിറക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുവന്ന് ആരെങ്കിലും വേസ്റ്റ് ഇട്ടാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടത്തില്ല. അദ്ദേഹം എന്ത് ചെയ്യും? ചാടി വീഴും. ഇതേപോലെ തന്നെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തത് ഫലം കായ്ക്കാനാണ്. എനിക്കെതിരെ വരുന്ന ഒരു വിഷയത്തെ ഓർത്ത് ഞാൻ ഭാരപ്പെടേണ്ട, അതൊക്കെയും തട്ടി നീക്കി എന്നെ ഫലം കായ്ക്കുവാൻ കർത്താവിന് കഴിയും. നിങ്ങളെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ എന്ത് ചെയ്യരുത്? നമ്മൾ ഭാരപ്പെടരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? ആ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞു പഠിക്കണം. ഇനി അവരുടെ മുമ്പിൽ ഉറക്കെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളോട് തന്നെ പറയണം, ഇന്ന് എന്നെ പകയ്ക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ദീർഘായുസ്സും ഉണ്ടാകും, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, അവരുടെ കാഴ്ച വർദ്ധിക്കും, അവരുടെ കേൾവി വർദ്ധിക്കും, അവരുടെ ആരോഗ്യം വർദ്ധിക്കും. എന്തിനു വേണ്ടി ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നറിയാവോ? എന്റെ നന്മയെ അവർ കാണാൻ വേണ്ടിയാ. എന്റെ അനുഗ്രഹത്തെ അവർ കാണാൻ വേണ്ടി കർത്താവ് അവരെ ദീർഘായുസോടെ ഇരുത്തും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ വചനം പറയുകയാണ്. ഇനി ശ്രദ്ധിച്ചോണം, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, വിളക്ക് കത്തിച്ച് ആരും പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഇപ്പൊ ഈ വിളക്ക് കത്തിക്കാൻ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വിളക്കൊന്നുമില്ല, എമർജൻസി ലാമ്പ് പോലും ഇപ്പൊ ഇല്ല, എല്ലാം മൊബൈലിന്റെ വെട്ടം അല്ലേ? നമ്മുടെയൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ അറിയാം, നമ്മൾ ഈ വിളക്ക് കത്തിക്കുമ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് വിളക്ക് കത്തിച്ചിട്ട് വിളക്ക് ഒരിക്കലും കൊണ്ടൊന്ന് കൊട്ടക്കൈയിലോട്ട് വെക്കത്തില്ല. നമ്മളെല്ലാവരും വിളക്ക് കത്തിച്ചിട്ട് എവിടെ കൊണ്ടാണ് വെക്കുന്നത്? ആ വിളക്ക് എടുത്തിട്ട് ഏറ്റവും ഉയരത്തിലുള്ള ഒരു തട്ടിന്മേൽ ആ വിളക്ക് വെക്കുക. എന്തിനാണെന്നറിയാമോ? മുഴുവൻ പ്രകാശം പരത്താൻ വേണ്ടി. അപ്പൊ നിങ്ങൾ വെളിച്ചമാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഞാനൊരു വെളിച്ചമാണേന്ന് പറയണ്ട. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാനൊരു വിശ്വാസി ആണേന്ന് പറയണ്ട. നിങ്ങൾ ഒരു കർത്താവിനെ വിളിക്കുന്നവരാണ് നിങ്ങളെപ്പറ്റി നാട്ടുകാർ പറയാൻ വേണ്ടി പോയി. നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്? നിങ്ങൾ യേശു പറഞ്ഞത് ഏറ്റു പറയണം. ശ്രദ്ധിച്ചോണം, യേശു പറയുന്നത് ഏറ്റു പറയും. ഒരാൾ എന്തുകൊണ്ടാ ഏറ്റു പറയുന്നറിയാവോ? ഞാനിപ്പോ ഒരു കാര്യം ഏറ്റു പറയുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ വ്യക്തി പറയുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഏറ്റു പറയുന്നത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഏറ്റു പറയാറുണ്ടോ? ഇല്ല. നിങ്ങൾ ഒരു കാര്യം ഏറ്റു പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിയാവുന്നത് കൊണ്ടും നിങ്ങൾക്ക് ആ കാര്യത്തെ സ്വീകരിക്കാൻ പറ്റിയത് കൊണ്ടാണ് നാം ഏറ്റു പറയുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് എൻ്റെ ദേശത്തിൽ എന്നോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സുജാത എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച കർത്താവിനോട് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്ദകളെ തുടച്ചു മാറ്റാൻ വേണ്ടി പോവാണ്, പരിഹാസങ്ങളെ തുടച്ചു മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവെ അങ്ങ് അത് ഉറപ്പിക്കുന്നതിന് നന്ദി പറയുന്നപ്പ. വലിയ ദൈവപ്രവൃത്തിയായിട്ട് കർത്താവ് തീർക്കാൻ വേണ്ടി പോകും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾ ദൈവത്തിന്റെ പ്രകാശമാണ് നിങ്ങൾ. നിങ്ങൾ ഭൂമിയിലെ ഉപ്പാണ്. പറയണം, ഞാനില്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് നിലനിൽപ്പില്ല. അറിയാവോ? ഞാനില്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന കുടുംബത്തിന് ഞാൻ ഉള്ളത് കൊണ്ടാണ് നിലനിൽക്കുന്നത്. നിങ്ങൾക്കറിയത്തില്ല നിങ്ങളുടെ വലിപ്പം. നമ്മൾ ചിന്തിക്കും, അവരൊക്കെ പറയും, നിന്റെ ഈ പ്രാർത്ഥന കൊണ്ടാണ് കുടുംബം രക്ഷപ്പെടാത്തത്.
അപ്പൊ നമ്മൾ സങ്കടപ്പെടും, എൻ്റെ കർത്താവ് ഇതെല്ലാം കേൾക്കുന്നില്ല. പക്ഷെ അത് പിശാചിന്റെ തന്ത്രമാണ് കേട്ടോ. അത് കേൾക്കും നമുക്ക് വിഷമം വന്നില്ലേ? പക്ഷെ യേശു പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾ ഈ വാക്യം നോക്കി, ഈ 14-ാമത്തെ വാക്യം നോക്കി, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ചിട്ട് തണ്ടിന്മേൽ അത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ളവർക്കെല്ലാം പ്രകാശമാക്കും. വീട്ടിലുള്ള എല്ലാവരുടെയും നിലനിൽപ്പ് നിങ്ങളുടെ പ്രാർത്ഥനയാണ് കേട്ടോ. നമ്മൾ ചിന്തിക്കും ഞാൻ ഒന്നും അല്ലാന്ന് ചിന്തിക്കും. അവര് പറയുന്നത് നീ ഒരു വേസ്റ്റ് ആണ്, നിന്റെ പ്രാർത്ഥനയാണ് ഈ കുടുംബത്തിൽ രക്ഷപ്പെടാത്തതെന്ന് പലരും പറയുമ്പോൾ നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, എൻ്റെ പ്രാർത്ഥനയാണ്, ഈ വചനപ്രകാരം പറയുന്നു, അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശമാണ്. നിങ്ങൾ വെളിച്ചമാണ്, നിങ്ങളാണ് കുടുംബത്തിന്റെ അനുഗ്രഹം. പക്ഷെ നമ്മളെ കൊണ്ട് നമ്മൾ ഏറ്റു പറയുന്നത് ഇപ്പൊ എന്നാണെന്നറിയാവോ? യേശു പറയുന്നതല്ല ഏറ്റു പറയുന്നത്, പിശാചു പറയുന്നത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാവോ? അനുഗ്രഹത്തിന് പകരം ശാപം വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. അപ്പൊ ലോകത്തിന് യേശു ജീവിക്കുന്നെന്ന് വെളിപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയവരാ നമ്മൾ. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ദിവസങ്ങളിൽ വലിയ കാര്യം പ്രതീക്ഷിച്ചോളാം. ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകല്ല. ആ പ്രശ്നം വന്നാൽ ആ പ്രശ്നം ലോകക്കാരുടെ മുമ്പിൽ യേശു മാറ്റിയെന്ന് പറയാൻ റെഡിയായി നിന്നോണം. അതിനുവേണ്ടിയാ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ഓർക്കുന്ന എന്നറിയാവോ? ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്ന ബ്രദറെ, ഒളിച്ചും പാത്തും ഒക്കെ പ്രാർത്ഥന വെക്കുന്ന ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്നത് ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല ബ്രദറെ. എൻ്റെ പുണ്യപ്രിയരെ, കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തതാ കേട്ടോ. കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്ത്. ഇന്ന് നിങ്ങൾ ഒളിച്ചും മറച്ചും ഒക്കെ ഇരുന്നായിരിക്കും പ്രാർത്ഥന കേൾക്കുന്നത്. നാളെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടി പോവാ. ഞാൻ പറയുന്നതല്ല. കർത്താവിന്റെ വചനം നോക്കി, അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശമായി തീരും. വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശമാ. പിന്നെ നാട്ടുകാരെ ആരും പറയണമോ? ഞാനൊരു വ്യക്തിയെപ്പറ്റി ഇങ്ങനെ കർത്താവ് എന്നെ കാണിക്കുക. പരിഹാസത്തിന്റെ അകത്തൂടെ കയറി വീടിന്റെ പുറകുവഴിയാണ് പലപ്പോഴും ആ വ്യക്തി കയറി വരുന്നത്. ഞാൻ കാണുന്നൊരു കാഴ്ച, വീടിന്റെ പുറകുവശത്തായിട്ട് തന്നെ അടുക്കളയുടെ അവിടെ തന്നെ ആ വരുന്ന വഴി എന്നെ ദൈവാത്മാവ് കാണിക്കുക. വീടിന്റെ പുറകോട്ട് വരുന്ന സമയത്തൊരു നട പുറകിലുണ്ട്, ഒരു വെന്റിലേഷൻ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ ആ വെന്റിലേഷന്റെ സൈഡ് വഴി കയറി, വീടിന്റെ സൈഡ് വഴി കയറിയിട്ട് വീടിന്റെ അകത്തേക്ക് മിക്കവാറും പ്രവേശിക്കുന്ന ഒരു വ്യക്തി. ആ വഴി കടന്നു വരുന്ന സമയത്ത് തന്നെ പല പരിഹാസത്തിന്റെ വാക്കുകളും കേട്ടിട്ട് ഭാരത്തോടെ വരുന്ന ഒരു വ്യക്തി. എൻ്റെ കർത്താവ്, നീ ഇതെല്ലാം കാണുന്നില്ലേ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഇല്ലില്ലില്ല, ആ നിന്ദകളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. ഓ, യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുപ്പാ. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഇന്ന് സ്തുതിക്കുന്നപ്പാ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. നിന്ദകൾ മാറട്ടെ, പരിഹാസങ്ങൾ മാറട്ടെ, തകർച്ചകൾ മാറട്ടെ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനാലുള്ള നന്മകൾ തുറന്നു വരട്ടെ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകട്ടോ. നിങ്ങൾ മലമേലിരിക്കുന്ന പട്ടണമാണ്. നിങ്ങൾക്കത് പ്രകാശമാണ്. നിങ്ങൾ പ്രകാശമാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടും വചനം കേട്ടിട്ടും എന്തുകൊണ്ടാണ് ഒരു പരിധിക്കപ്പുറം നമുക്ക് നന്മ കാണാൻ കഴിയാത്തതിന്റെ കാരണം, നമ്മൾ ഏറ്റു പറയുന്നത് യേശു പറഞ്ഞതല്ലാത്തത് കൊണ്ടാണ്. ഇനി മുതലൊന്ന് നോക്കിക്കേ, യേശു പറഞ്ഞതെന്ന് ഏറ്റു പറഞ്ഞു നോക്കിയേ. അവിടെ എന്താ സംഭവിക്കുന്ന അറിയാവോ? യേശു പറഞ്ഞതുപോലെ സംഭവിക്കും. കാര്യം നിങ്ങളൊരു കൃഷിയാണ്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, ഞാനൊരു കൃഷിയുടെ വിത്താന്ന് പറഞ്ഞു. ഞാനൊരു കൃഷിയുടെ വിത്താണ്. ആമേൻ. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ കൃഷിയാണ്. ചിലർ പറയാറില്ലേ, കളിയാക്കി പറയാറില്ലേ, ഇതെന്നെ കുരിശ് കൃഷിയാണെന്നൊക്കെ പറയാറില്ലേ? കളിയാക്കി പറയാറില്ലേ, ഇതെന്നെ കുരിശ് കൃഷിയുമായിട്ട് ഇറങ്ങിയേക്കുവാണെന്നും. അത് പിശാചിന്റെ ഒരു തന്ത്രമാണത്. നിങ്ങൾ ധൈര്യത്തോടെ പറയാം, ഞാൻ യേശുവിന്റെ കൃഷിയാണ്. ലോകത്തിന്റെ മുമ്പിൽ യേശു ക്രിസ്തു എന്നെ വെളിപ്പെടുത്താൻ. ഞാൻ രോഗിയായി കിടക്കുമ്പോൾ നാട്ടുകാർ പറയും, എൻ്റെ കുടുംബത്തിൽ സമാധാനം ഇല്ലായിരിക്കുമ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തലമുറയ്ക്ക് വേണ്ടി ഭാരപ്പെട്ട് കണ്ണുനീരോടെ ഇരിക്കുന്ന രണ്ട് വ്യക്തികളെ കർത്താവ് സ്പർശിക്കുകയാണ്. ഒരു തലമുറയെ ഓർത്ത്, ആ കുടുംബത്തിൽ 2 ആൺതലമുറയുള്ളതിൽ ഒരു തലമുറയെ ഓർത്ത് വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന 2 വ്യക്തികളെ, 2 ആൺതലമുറയുള്ള 2 സഹോദരിമാരെ ഒരേപോലെ കർത്താവ് ഇടപെടും. ശ്രദ്ധിച്ചോണം, 2 ആൺതലമുറകളാണ്. നിങ്ങൾ അടയാളം ശ്രദ്ധിച്ചോണം, 2 ആൺതലമുറയുള്ള
2 സഹോദരിമാരെ കർത്താവ് ആ 2 തലമുറയിൽ, ആൺ തലമുറയിൽ ഒരു തലമുറയെ ഓർത്ത് ഭാരപ്പെട്ട് വളരെ കണ്ണുനീരോക്കുന്ന, അത് പലപ്പോഴും ഈ ഒരു തലമുറയുടെ വിഷയമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയിൽ പോലും വെല്ലുവിളി വന്നിട്ടുണ്ട്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, ഇത്രയും നീ പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റം ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ള പരിഹാസം വരെ കേൾക്കേണ്ട അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, ഇല്ല ഇല്ല, ആ തലമുറയെ തന്നെ യേശുവിന്റെ സാക്ഷിയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും, കർത്താവിന് കഴിയും, ദൈവത്തിന് കഴിയും. ഇരുമ്പഴിക്കുള്ളിൽ ഒതുങ്ങത്തില്ല. അവിടെ നിന്നൊക്കെയും കർത്താവ് പുറത്തു കൊണ്ടുവരും. ചെങ്ങലകളെ പൊട്ടിച്ച് കർത്താവ് പുറത്തു കൊണ്ടുവരും. യേശുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ ഉറപ്പിക്കുന്നപ്പ, ആലോചന ഞങ്ങൾ ഉറപ്പിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ, 1976 ജനിച്ച, ഡിസംബർ മാസവുമായി ബന്ധപ്പെട്ട് 1976 അടയാളം ശ്രദ്ധിച്ചോണം. 1976 ഡിസംബർ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ മേൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്കെന്നോടാ പറയുന്നത്, യേശുവിന്റെ നാമത്തിൽ മുളയിലെ നുള്ളിക്കളയുവാൻ പദ്ധതിയിട്ട ചില പ്ലാനുകളെ മാറ്റി എഴുതി. ഈ ഒരു സമയത്തും 43 എന്നൊരു പ്രായത്തെ കർത്താവ് ആ കുടുംബത്തിൽ ഏതൊരു വ്യക്തിയെ കാണിക്കുക, 43 എന്നൊരു പ്രായം കാണിക്കുക. ആ ഒരു ഏജുമായി ബന്ധപ്പെട്ട വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്ന, കുടുംബത്തിന്റെ മേൽ നിന്ദകളെ തുടച്ചു നീക്കി, ആ കുടുംബത്തിന്റെ അകത്തെ സകല വിധമാകുന്ന പ്രശ്നങ്ങളെ തുടച്ചു നീക്കി ദൈവം ഒരു സ്വാതന്ത്ര്യത്തെ കൊടുക്കാൻ വേണ്ടി പോവാണ്. കർത്താവിന്റെ പ്രവർത്തികളെ വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന. അപ്പൊ നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്ത് എന്തിനാണെന്നറിയാവോ? നാട്ടുകാർക്ക് പരിഹസിക്കാനോ ചെണ്ട കൊട്ട, നമ്മളെ പറയത്തില്ലേ, നാട്ടുകാർക്കൊക്കെ കൊട്ടാനുള്ള ചെണ്ടയല്ല നമ്മള്, ലോകത്തിന്റെ വെളിച്ചമാ നിങ്ങള്. പറയണേ, എന്റെ നാടിന്റെ അനുഗ്രഹം ഞാനാന്ന് പറയണം, എന്റെ രാജ്യത്തിന്റെ അനുഗ്രഹം ഞാനാണ്. ബൈബിൾ ദൈവത്തിൽ പറയുന്ന, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഞാൻ നിന്നെ അനുഗ്രഹമാക്കി മാറ്റും എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇട്ടാവട്ടത്തിൽ കിടന്ന് കറക്കുമെന്നല്ല, ലോകത്തിന് ഞാൻ നിന്നെ അനുഗ്രഹമാക്കി മാറ്റും. നീ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നീ വർദ്ധിക്കും. കടൽക്കരയിലെ മണൽത്തരി പോലെ നിനക്ക് സന്തതികൾ ഉണ്ടാകും. ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് തലമുറ ഉണ്ടാകും. നീ വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ പിടിച്ചടക്കുമെന്ന് അതിന്റെ അർത്ഥം. ആമേൻ. ഈ ദിവസങ്ങളിൽ ഏറ്റു പറയണം, യേശു പറഞ്ഞത് ഏറ്റു പറയണം. അല്ലാതെ എന്നാ സംഭവിക്കുന്ന അറിയാവോ? നമുക്കൊരിക്കലും ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്തത് ഫലം കായ്ക്കാനാ. നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഫലം കായ്ക്കാൻ വേണ്ടി തന്നെയാണ്. കോംപ്രമൈസ് ചെയ്യില്ല കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല, ഇട്ട് വെച്ച് പോകല്ലേ കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് നീ ശരിയാകുന്നില്ലെങ്കിൽ ഇട്ട് വെച്ച് പോകരുത്, പിടിച്ചു എടുത്തോണം നിങ്ങള്. കാര്യം നിങ്ങൾ കൃഷിയാണ്, നിങ്ങൾ ഫലം കായ്ക്കാനുള്ളവരാണ്, നിങ്ങൾ യേശുവിന്റെ കൃഷിയാണ്. ലോകത്തിന് ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കർത്താവിന്റെ ഭാഗ്യം ലഭിച്ചവരാ നിങ്ങള്. കർത്താവിന് എന്തെല്ലാം ഓപ്ഷൻ ഉണ്ടായിരുന്നു. ദൈവത്തിന് വേണമെങ്കിൽ ഏതെങ്കിലും ജില്ലയിലെ മന്ത്രിമാരെയോ ഡോക്ടർമാരെയോ എന്താ പറയുന്നത്, അവിടെയുള്ള ഏറ്റവും വലിയ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രസിഡന്റിനെയോ ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രസിഡന്റുമാരെ ദൈവത്തെ തെരഞ്ഞെടുത്താൽ പോരെ? ഒരു പരിചയമില്ലാത്ത ഏതൊക്കെയോ സംസ്ഥാനത്തിന്റെ, ഏതൊക്കെയോ ഗ്രാമത്തിന്റെ, ഏതൊക്കെയോ ഒരു മൂലയിൽ ഒതുങ്ങിക്കിടക്കുന്ന നിങ്ങളെ എന്നെയും യേശു കണ്ടെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ വേണ്ടിയാ. അതിന്റെ അർത്ഥം ഇട്ടാവട്ടത്തിൽ ഒരു പ്രശ്നവും നിങ്ങളെ തൊടത്തില്ല കേട്ടോ. ഒരു വിഷയത്തിൽ നിങ്ങളെ ഒതുക്കാൻ കഴിയത്തില്ല. ഒരു പ്രതിസന്ധിക്ക് നിങ്ങളെ പിടിച്ചു വെക്കാൻ കഴിയും. തന്നെ ഇപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. ആ രോഗത്താൽ ഭാരപ്പെടുന്നവർ, കടഭാരത്താൽ ഞെരുങ്ങുന്നവരുണ്ടെങ്കിൽ, കുടുംബത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ നിന്ന് ഏറ്റെടുത്തോണം. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് നിങ്ങളുടെ മേലേക്ക് സംഭവിക്കാൻ വേണ്ടി പോവുക. ഒതുക്കാൻ കഴിയത്തില്ല, പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, തകർക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുക, പുറത്തു പോവാ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക, നന്മ പ്രാപിച്ച് പുറത്തു വരട്ടെ, സാക്ഷ്യം പ്രാപിച്ച് പുറത്തു വരട്ടെ, സകല വിഷയത്തിന്റെ മേൽ ജയത്തിന്റെ ഉത്സവം ഉണ്ടായി വരട്ടെ. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങളുടെ പുറകെ ഓടി വരും. യേശുവിന്റെ നാമത്തിൽ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് പറ, ഞാൻ രോഗിയായിരിക്കുന്നതല്ല യേശുവിന്റെ പ്ലാൻ. ഈ രോഗത്തിന്റെ മേൽ യേശു എന്നെ സൗഖ്യമാക്കിയാണ് ഓടി നടന്ന്. അങ്ങനെ നിങ്ങൾക്ക് സാക്ഷ്യം വരണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ഒരു അത്ഭുതം നടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ, എനിക്ക് അത്ഭുതം നടന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലായിടത്തും പോയി ഞാനിത് പറയുമെന്നുള്ള ഒറ്റ തീരുമാനം എടുത്താൽ മതി. പലർക്കും എന്തുകൊണ്ടാണ് പ്രവർത്തി നടക്കാത്തതെന്ന് അറിയാവോ? സാക്ഷ്യം ലഭിച്ചാൽ നിങ്ങൾ മിണ്ടാത്തത് കൊണ്ടാണ്. ചിലർക്ക് സാക്ഷ്യം ലഭിച്ചാൽ മിണ്ടത്തില്ല, അവരിങ്ങനെ പെരക്കാത്തിരിക്കും. അവിടെ എന്താ സംഭവിക്കുന്ന അറിയാവോ? ദൈവത്തിന്റെ ആഗ്രഹം ജീവനുള്ള ദൈവത്തെ ലോകക്കാർക്ക് വെളിപ്പെടുത്തണം.
അവരുടെ മുമ്പിൽ പോയിട്ട് പറയണം, യേശു എൻ്റെ വിഷയത്തിന്മേൽ തൊട്ടു എന്ന് പറയാനേ യേശു ആഗ്രഹം. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവപ്രവൃത്തികൾ നടക്കാത്തത് പലരുടെയും ജീവിതത്തിൽ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ എൻ്റെ ജീവിതത്തെ അങ്ങ് ഫലം കാഴ്ച ഞാൻ എവിടെയും പോയി ഇത് പറയുന്നൊരു തീരുമാനമെടുത്തേ. മടി കൂടാതെ ഞാൻ പറയും, മടി കൂടാതെ ഞാൻ പറയും. കർത്താവ് അങ്ങനെ തീരുമാനിച്ചെന്ന് പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ ആ വിഷയത്തെ കർത്താവ് പിന്നെ അങ്ങ് ഏറ്റെടുക്കും. കാര്യം ദൈവത്തിന് തന്റെ നാമത്തെ ഒന്ന് ഉയർത്തുവാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ വിഷയം. ഞാൻ വീണ്ടും പറയുന്നു, ലോകത്തിന്റെ മുമ്പിൽ ജീവനുള്ള ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളിലൂടെ ആ നാമത്തെ ഒന്ന് വെളിപ്പെടുത്താനാണ്. യേശുവെ നന്ദി കർത്താവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഭാഗ്യം ലഭിച്ചവരാ നിങ്ങൾ. നിങ്ങൾ യേശുവിനെ തെരഞ്ഞെടുത്തതല്ല, യേശു നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. നന്ദി പിതാവേ. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഒരു ബെൻസൺ എന്ന് പറയുന്ന ഒരു മകനെ, ബെൻസൺ എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടുണ്ട് പറയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് അവനെ ബെൻ എന്നും കൂടെ വിളിക്കുന്നതായിട്ട് ഞാൻ കാണുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ദൈവാത്മാവ് ഇന്ന് സകലത്തെയും ഇന്ന് അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കുടുംബത്തിന്റെ മേൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ പ്രവൃത്തി അങ്ങ് അയക്കുന്നല്ലോ. ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവാത്മാവ് പറഞ്ഞ ചില സർട്ടിഫിക്കറ്റുകൾ അത് ബാഗിന്റെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് അതിന് വിപരീതമായ ചില ജോലികൾ ചെയ്യുന്ന കുടുംബത്തിലെ പെൺ തലമുറകളെ നോക്കിക്കൊണ്ട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പ്രവചിക്കുവാൻ പറയുന്നു. ഇല്ല, ഒതുങ്ങാൻ പറ്റത്തില്ല കേട്ടോ. ആ സർട്ടിഫിക്കറ്റ് ഇന്നു മുതൽ എടുത്ത് തുറന്നു വെച്ചിട്ട് കരം വെച്ച് അതിൻ്റെ മേൽ പ്രാർത്ഥിക്കുവാൻ യെസ് എന്ന പേരിൽ തുടങ്ങുന്ന ഒരു വ്യക്തിയോട് ദൈവാത്മാവ് നിർബന്ധിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ ഇപ്പൊ പോകുന്ന റൂട്ട് ആ പഠിച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, അതെല്ലാം പൂട്ടിക്കെട്ടി ഇനി ഇങ്ങനൊരു വാക്ക് ഞാൻ കേൾക്കുക, ഇനി വന്ന വഴിയെ കിട്ടിയില്ലെങ്കിൽ തെളിച്ച വഴിയെ പോകാവുന്ന രീതിയിൽ ഒരു വാക്കും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച ഞാൻ കാണും. ഇല്ലില്ല, തിരിച്ചു വരിക, ആ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അപ്പൊ വഴി തുറന്നു വരട്ടെ, ഉയർച്ച തുറന്നു വരട്ടെ, നന്മ തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ദൈവാത്മാവ് സഹായിക്കുന്നല്ലോ, ദൈവാത്മാവ് സഹായിക്കുന്നല്ലോ, ദൈവാത്മാവ് സഹായിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ കർത്താവ് ഒരു കുരുവിള എന്ന് പറയുന്ന വിളിപ്പേരുള്ള ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നു. കുരുവിളയുടെ കുടുംബത്തിന്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച 56 വയസ്സുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണിക്കുകയാണ്. കുരുവിളയുടെ ഭവനത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച, വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വലതുവശത്തോട്ട് നോക്കിയാൽ തിങ്ങി നിൽക്കുന്ന ചില എന്താ പറയുന്നത് ചെടികൾ നിൽക്കുന്ന ഒരു പറമ്പാണ് അതുപോലെ ഞാൻ കാണുന്നത്. തിങ്ങി നിൽക്കുന്ന ചെടികളുള്ള ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഭവനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ പദ്ധതികൾ വെളിപ്പെടട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ ഇത് വലിയൊരു ദൈവശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾക്ക് ഒതുങ്ങാൻ കഴിയത്തില്ല കേട്ടോ, നിങ്ങൾക്ക് ഒതുങ്ങാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് ഒതുങ്ങാൻ കഴിയത്തില്ല. ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ കണ്ടിരിക്കുക. എന്റെ ബ്രദർ, എന്റെ കുടുംബത്തിലെ വിഷയം ബ്രദറിന് അറിയാൻ മേലഞ്ഞിട്ടാ, എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം അറിയാൻ മേലഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെ ഒന്ന് ഏറ്റെടുത്തേ. എന്നെ കർത്താവ് കണ്ടിരിക്കുന്നത് ഞാൻ ഭാഗ്യം ലഭിച്ചാണ് ലോകത്തിന് മുമ്പിൽ. അപ്പൊ നിങ്ങളുടെ വിഷയമൊക്കെ സാക്ഷിയാകുമോ? തീർച്ചയായിട്ടും സാക്ഷിയാകും. ലോകത്തിന്റെ മുമ്പിൽ സാക്ഷിയാക്കാൻ വിളിക്കപ്പെട്ടവർക്ക് മുമ്പിൽ കുടുംബത്തിലെ വിഷയം വലുതല്ല കേട്ടോ. അതൊക്കെ നിസ്സാരമായിട്ട് ദൈവം പരിഹരിക്കും. ലോകത്തിൽ വെളിപ്പെടുത്താൻ പോവുക. ലോകത്തിൽ എത്ര തരം മനുഷ്യരുണ്ടെന്നറിയോ? എത്ര തരം ഭാഷക്കാരുണ്ടെന്നറിയാവോ? എത്ര തരം ഗോത്രങ്ങളുണ്ടെന്നറിയാവോ? നമുക്കറിയാത്ത ഭാഷ പറയുന്നവരില്ലേ, അറിയാത്ത കൾച്ചർ ഉള്ളവരില്ലേ? അവരുടെ എല്ലാം മുമ്പിൽ പോയിട്ട് അയ്യോഭാവം കളിക്കാൻ വേണ്ടിയല്ല, ജീവനുള്ള കർത്താവ് എൻ്റെ അകത്ത് വസിക്കുന്നുവെന്നും ഞാൻ ദൈവത്തിന്റെ പൈതലെന്നും പറയുമ്പോൾ ലോകം അത് അംഗീകരിക്കാൻ തക്കവണ്ണം നിങ്ങളെ യേശു സാക്ഷിയാക്കും. നിങ്ങളെ പരിചയപ്പെടുത്തണ്ട. ഞാൻ പലപ്പോഴും പറയാം, ഞാനൊരു വിശ്വാസിയാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു ഗതികേടാണ്. പക്ഷെ യേശു ക്രിസ്തു എന്നെ വെളിപ്പെടുത്തണം, കർത്താവ് എന്നെ വെളിപ്പെടുത്തണം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എൻ്റെ ചേഷ്ട കണ്ടിട്ടല്ല ഞാൻ വിശ്വാസി എന്ന് പറയേണ്ടത്, എൻ്റെ സാക്ഷ്യം കണ്ടിട്ടാണ്. പത്രോസ്ലിഹായിനെ കണ്ടവര് ശതാധിപൻ അവന്റെ കാല് വീണപ്പോൾ പത്രോസ്ലിഹ പറഞ്ഞു, ഞാൻ കേവലം ഒരു മനുഷ്യനാന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, ഈ കേവലം ഒരു മുക്കുവനായ മനുഷ്യനല്ല. കാര്യം നിനക്ക് പരിചയപ്പെടുത്തുന്ന ദൂതന്മാരിറങ്ങി വന്നാ പരിചയപ്പെടുത്തുന്നത്. ആലോചിച്ച് നോക്കി, ഒരു ശതാധിപൻ വന്ന് 100 പേർക്ക് അധിപതിയായ ഒരു മനുഷ്യൻ വന്ന് കാല കൊണ്ട് പറയുകയാണ്. ഉടനെ പത്രോസ് പറയും, ഞാനൊരു സാധാരണ മനുഷ്യനാ. പക്ഷെ അയാൾ പറഞ്ഞു, എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം നിന്നെ പരിചയപ്പെടുത്താൻ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് മനുഷ്യനല്ല, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിരിക്കുക, നിന്റെ പേരും അഡ്രസ്സും പറഞ്ഞിട്ടൊന്ന് ആലോചിച്ച് നോക്കി.
അപ്പോൾ ആലോചിച്ച് നിങ്ങളുടെ റേഞ്ച് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഒതുങ്ങാൻ പറ്റത്തില്ല കേട്ടോ. നാട്ടുകാർ പലരും പറയും യേശുവിനെ അറിഞ്ഞതാ ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര പരിഹാസം. തിരുത്തി പറയണം. അങ്ങനെ പറഞ്ഞ് പഠിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും സാക്ഷ്യം വെളിപ്പെടാത്തത്. ഇതൊരു തടസ്സമാണ്, തടസ്സം തന്നെയാണ്. പിന്നെ എന്നാ ഞാൻ പറയേണ്ടത്? പറയണം, ഞാൻ യേശുവിൻ്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എൻ്റെ കുടുംബത്തിന്റെ അടിസ്ഥാനം ഞാനാ. അങ്ങനെ ഒരു 10 ദിവസം പറഞ്ഞു നോക്കി, അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി. ഞാൻ ഉറപ്പിച്ച് പറയും, നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും, നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ തുറന്നു വരുന്നത് കാണാൻ പറ്റും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. കർത്താവ് ഞങ്ങൾ ഓരോ മക്കളെയും പ്ലസ് ഈ ദിവസങ്ങളിൽ വലിയ പരീക്ഷയ്ക്ക് വേണ്ടി നേരിടുന്നവരുണ്ടപ്പാ. ഉന്നത ജയത്തെ കൽപ്പിക്കുന്നപ്പാ. രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു കൈ അവിടെ വെച്ച് കൈ എടുക്കുമ്പോൾ രോഗം അവിടെ കാണത്തില്ല. അതിന്റെ കാരണം യേശു നിങ്ങളുടെ രോഗത്തെ വഹിച്ചതാ. ഏറ്റു പറഞ്ഞ് കർത്താവിന്റെ തിരുമുറിവിൽ എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് പെടുമരണം ഉണ്ടാകത്തില്ല, എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ മരിക്കത്തില്ല, ദീർഘായുസോടെ ഇരുന്ന് ദിവ്യ ആരോഗ്യം, ദീർഘായുസോടെ കട്ടിലേ കിടന്ന് മരിക്കത്തില്ല. നമ്മൾ പലപ്പോഴും എങ്ങനെയാ, വയസ്സാകുമ്പോൾ രോഗിയാവും, കിടക്കും, അവിടെ തീരും. അങ്ങനെയല്ല, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, ആരോഗ്യം ഞാൻ നിനക്ക് തരുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നിന്റെ രോഗക്കിടക്കയൊക്കെ ഞാൻ മാറ്റി വിരിക്കും. ദൈവത്തിന്റെ വാക്കാ കേട്ടോ. അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. വാതിലുകൾ വിസ്താരമാകട്ടെ, നന്മ തുറന്നു വരട്ടെ, ഉയർച്ച തുറന്നു വരട്ടെ, മാന്യത തുറന്നു വരട്ടെ, വഴികൾ തുറന്നു വരട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവേ, അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിനും അത്ഭുതം ചെയ്തതിനും നന്ദി പറയുന്നു. അങ്ങ് വചനത്താലും ആലോചനയാലും ഇടപെടുന്ന നന്ദി പറയുന്നു. ഈ സമയത്ത് സാക്ഷ്യത്തിന്റെ സമയമാണ്, പ്രാർത്ഥനാ വിഷയത്തിന്റെ സമയമല്ല. പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഞാൻ ഈ ദിവസങ്ങളിൽ ഇത് ഓപ്പൺ ചെയ്യും. അതിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കാം. അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മല്ല് പിടിക്കാനല്ല, പരസ്പരം പ്രാർത്ഥിക്കുക. ആവശ്യമില്ലാത്തൊരു മെസ്സേജ് പോലും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യരുത്. വേറെ ഒരു ഗ്രൂപ്പിന്റെ മെസ്സേജിൽ ഷെയർ ചെയ്യരുത്. ഒരു ഫോട്ടോ പോലും ഷെയർ ചെയ്യരുത്. കാര്യം അങ്ങനെ ചെയ്യാൻ ഒരാൾ തുടങ്ങിയാൽ എല്ലാവരും അത് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് വീണ്ടും നമുക്ക് പ്രയർ ഗ്രൂപ്പിന്റെ ചാറ്റ് ബോക്സ് ക്ലോസ് ചെയ്യേണ്ടി വരും. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ പറയുക. ഇല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരോടും. ഹലോ, എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഈ ബ്രദർ തുടക്കത്തിലെ പറഞ്ഞു, ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടി എല്ലാവരും കൂടി ഒരുമിച്ച് അൺമ്യൂട്ട് ചെയ്യരുത്. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ ക്ലിയർ ആയില്ല, റേഞ്ച് കട്ട്. സാക്ഷ്യം പറയാൻ ഒരുപാട് സാക്ഷിയുള്ളവരെല്ലാം മ്യൂട്ട് ചെയ്യാൻ പലപ്പോഴും. ഒരു മിനിറ്റ് ടോംസ് പറഞ്ഞത് റേഞ്ച് കട്ടാകുന്നുണ്ടായിരുന്നു, ക്ലിയർ ആയില്ല. ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച റേഞ്ച് കട്ടാകുന്നുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ സാക്ഷ്യം, എന്തുകൊണ്ടാണ് ഞാൻ സാക്ഷ്യത്തെ പറയുവാൻ പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തു നിങ്ങളെ തൊടുന്നതാണ് സാക്ഷ്യം. നിങ്ങളൊരു സാക്ഷ്യം കൊണ്ട് കർത്താവ് അനേകരെ സാക്ഷിയാക്കുവാൻ ആഗ്രഹിക്കും. ചിലപ്പോൾ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയം പിടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം ഭാരപ്പെട്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടിയാണ് ആ സാക്ഷ്യം. അതുകൊണ്ട് സാക്ഷ്യങ്ങൾ കൂടുതലും പറയുവാൻ ശ്രമിക്കുക, ചുരുക്കം വാക്കുകളിൽ പറയാൻ ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് മാറ്റുമ്പോൾ റേഞ്ച് ബ്ലോക്ക് ആകുന്നുണ്ട്, സൗണ്ട് ബ്ലർ ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരാൾ പറയാൻ തുടങ്ങിയാൽ മറ്റൊരാൾ പറയാൻ ശ്രമിക്കരുത്. നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. അടുത്ത അവസരം നിങ്ങളുടെ ആയിരിക്കും കേട്ടോ. മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, പറഞ്ഞാട്ടെ. ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ഞങ്ങളുടെ ചർച്ചിന് ബന്ധപ്പെട്ട 2 ബന്ധുക്കളാണ് ഞങ്ങളുടെ ചർച്ചിലുള്ളത്. ഒരു 20 വയസ്സുള്ള ഒരു മോനെ ഒരു സൈഡ് മുഴുവനും ഇങ്ങനെ തളർന്നു പോയ പോലെ, അമ്മൻ ശുശ്രൂഷയിലുള്ളതാണ്. അമ്മന് പല അപകടങ്ങളും അനർത്ഥങ്ങളും എല്ലാം വന്നതിലെല്ലാം ദൈവം നിർത്തി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ മോൻ്റെ ഒരു സൈഡ് തല തൊട്ട് താഴെ വരെ തളർന്നു പോകുന്ന അവസ്ഥയായിരുന്നു. ദൈവാത്മാവ് ദൈവസഭയിൽ ആ വിഷയം പറഞ്ഞു പ്രാർത്ഥിക്കാൻ. അപ്പോൾ എന്നോടാണ് ആ പ്രാർത്ഥനാ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നിയോഗിച്ചത്. ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. സാധാരണ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ മകൻ യേശുക്രിസ്തുവിന്റെ തിരുമുറിവിന് സൗഖ്യം വന്നു. യേശുക്രിസ്തുവിന്റെ തിരുമുറിവിന് സൗഖ്യം വന്നെന്ന് ഞാൻ ഉറക്കെ പ്രാർത്ഥിച്ചു പറഞ്ഞു. ഇന്ന് അവരുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ആ അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, മകന് നല്ലപോലെ കുറവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു.
പിന്നെ ഇന്ന് ബ്രദർ പറഞ്ഞല്ലോ 2 ആൺമക്കൾ, ഇളയ മകന്, എൻ്റെ ഇളയ മകനെ ഓർത്ത് ഞാൻ ഭാരപ്പെടുകയാണ്. അവന് 36 വയസ്സുണ്ട്, ഇതുവരെ വിവാഹം നടന്നില്ല, മദ്യപാനമുണ്ട്, അമിതമായ ഒരു വണ്ണമുണ്ട്. ആ മകനെ കുറിച്ച് ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ കൊടുത്തു. ഒരു വർഷം തളർന്നു പോകുന്ന ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷെ ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ആ കുടുംബം തന്നെ പറയേണ്ടത് വലിയ മാറ്റം അവനുണ്ടായി കാണാൻ പറ്റി. അപ്പൊ പ്രാർത്ഥനയ്ക്കും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലും ശക്തിയുണ്ട്. അത് വെളിപ്പെടുത്തിയത് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എന്റെ പേര് അമ്പിളി എന്നാണ് പാസ്റ്റർ. പറഞ്ഞോ. ഇന്നലെ എന്റെ പേര് പാസ്റ്റർ പറഞ്ഞിരുന്നു. സിസ്റ്ററെ ക്ലിയർ അല്ല. കുടുംബത്തിലെ 2 തലവേദന. ഞാനാണ് അമ്പിളി. എനിക്ക് തലവേദന, മൈഗ്രെയിൻ 35 വർഷമായിട്ടുണ്ട്. പിന്നെ വീസിങ് അങ്ങനെയൊക്കെ. എന്റെ മകൾക്കും ഉണ്ട് തലവേദനയും. തലയ്ക്ക് ബാക്ക് സൈഡിലെല്ലാം ഭയങ്കരമായിട്ട് വേദന, ഞരമ്പുകളെല്ലാം അങ്ങനെ വേദനിക്കുന്ന പോലെ 2 പേർക്കും ഉണ്ട്. അപ്പൊ ഇന്നലെ എന്റെ സിസ്റ്റർ ഏറ്റെടുത്തിരുന്നു. ഞാൻ കോട്ടയത്ത് വന്നതാണ്, ആലുവയിൽ നിന്ന്. ഞാൻ അറ്റൻഡ് ചെയ്തതായിരുന്നു. നല്ല ഇതായിരുന്നു, അനുഗ്രഹമായിരുന്നു കോട്ടയത്ത് വന്നപ്പം. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് ഇന്ന് ആലോചന ഏറ്റെടുക്കുക. കർത്താവ് വലിയ പ്രവൃത്തികളെ ചെയ്യുവാൻ ശക്തനാണ് കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. എനിക്ക് ഒരു മിനിറ്റ്. തുടക്കത്തിലെ പറഞ്ഞ പോലെ തന്നെ തോമസ് മാരെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സ്നോയിൽ വീണ് 2 പ്രാവശ്യം ഞാൻ UK വീണ്. എനിക്ക് ഭയങ്കര നീ പെയിൻ ആയിരുന്നു, മുട്ട് ഭയങ്കര വേദന. അപ്പൊ ഞാൻ ഈ 2-3 ദിവസമായിട്ട് ബ്രദർ പറഞ്ഞ പോലെ തിരുമുറിവിനാൽ സൗഖ്യം പറ്റേന്ന് കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചു. എന്റെ വേദന 2 ദിവസമായിട്ട് കംപ്ലീറ്റ് പോയി. അപ്പൊ ഞാൻ ഓർത്തിന്ന് ഇത് പറയണോ, ശരിക്കും നോക്കിയിട്ട് വേണം. അപ്പൊ നോക്കിയിട്ട് ഒരു വേദനയില്ല ബ്രദറെ. 10-15 വർഷം ഞാൻ 2 പ്രാവശ്യം ഇവിടെ UK മഞ്ഞത്ത് വീണതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എപ്പോഴും വരുമായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് ദൈവം സൗഖ്യമാക്കി. ദൈവത്തിനെല്ലാം മഹത്വം. എല്ലാവർക്കും നന്ദി. എത്ര വർഷമായിട്ടുള്ള വേദന? ഒരു 13 തൊട്ട് 15 വർഷമായി സിസ്റ്റർ. 2 പ്രാവശ്യം ഞാൻ വീണു സ്നോയിൽ. ഭയങ്കര സ്നോയിൽ തെന്നി വീണതാ. അന്ന് തൊട്ട് ഞാൻ ഭയങ്കര വേദനയും. ഡോക്ടർ പറഞ്ഞു 2 ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇഞ്ചക്ഷൻ ഒന്നും കൊടുക്കാണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അത് ഈ ഗ്രൂപ്പ് കയറിയിട്ട് ഇപ്പൊ ഞാൻ 1 മാസമായി. അപ്പൊ ഈ ബ്രദർ പറയില്ല തിരുമുറിവിനാൽ സൗഖ്യം. അപ്പൊ ഞാൻ എപ്പോഴും ആ മുട്ടയില്, എന്റെ ലെഫ്റ്റ് മുട്ട പിടിച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും വിശ്വാസത്തോടെ. ദൈവമേ, എന്റെ ഇത് തിരുമുറിവിനാൽ സൗഖ്യം തന്നെയെന്ന് തീർച്ചയായിട്ടും പറഞ്ഞ പോലെ 13 വർഷമായിട്ട് വീഴ്ച നിമിത്തം ഉണ്ടായ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കംപ്ലീറ്റ് വേദന പോയി. ആമേൻ. വലിയ സാക്ഷ്യമാണ്. 13 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ 1 മാസമായിട്ട് നമ്മുടെ പ്രാർത്ഥനയെ ജോയിൻ ചെയ്തുള്ളൂ. അപ്പോൾ വചനം, രോഗസൗഖ്യത്തിന്റെ പ്രാർത്ഥനയുണ്ട്, അത് കേട്ട് അതേപോലെ പ്രാർത്ഥിച്ചു. ഇപ്പൊ പറഞ്ഞ പോലെ 13 വർഷം എന്നാലോചിച്ച് അത്രയും കാലപ്പഴക്കം ചെന്ന വേദന മാറിപ്പോയി, ട്രീറ്റ്മെന്റ് ഇല്ലാതെ. യേശുവെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിന് നന്ദി, അത്ഭുതത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു 2 ആൺതലമുറയുള്ള ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നെന്ന്. എന്റെ ഇളയ മകനെയോർത്തുള്ള ആകുലതയിലായിരുന്നു പറഞ്ഞ. ഒരു മെഡിക്കൽ സയൻസിനും ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ട്രീറ്റ്മെന്റിലാണ് കുഞ്ഞ്. അപ്പൊ ഞാൻ ഏറ്റെടുക്കുന്ന ബ്രദറെ, എന്റെ കുഞ്ഞിന് സൗഖ്യം ദൈവം തരുമെന്ന് ഇപ്പൊ പറഞ്ഞ വചനത്തിൽ 2 ആൺതലമുറയുള്ള കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് കേട്ട സാക്ഷ്യം പോലെ തന്നെ കർത്താവിന്റെ മുറിവ് എന്റെ കുടുംബത്തിന്റെ തലമുറയുടെ സൗഖ്യവും അത്ഭുതമാണെന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ സംഭവിക്കാൻ ഇടയായിത്തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ. പ്രൈസ് ലോർഡ് ബ്രദർ. ബ്രദറെ, ഞാൻ വൈഫിന് മെസ്സേജ് അയച്ചിരുന്നു. മോള് അബുദാബിന്ന് ഇന്ന് രാത്രി, അതായത് നാളെ രാവിലെ അബുദാബിന്ന് യാത്രയുണ്ട്. കൂടെ കുഞ്ഞുവായുണ്ട്. സൗഖ്യത്തോടെ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദർ അയച്ചിരുന്നു. ഇപ്പം വൈഫ് അയച്ചിരുന്നു ബ്രദറിനെ. പക്ഷെ ബ്രദർ തിരക്കായത് കൊണ്ട് കണ്ടില്ല. ഒന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുവായും മോളോ വരുന്നത് ഫ്ലൈറ്റില് കണ്ണൂർ പൈൻ്റാണ്. നാളെ 9:30 മണിക്ക് കണ്ണൂർ എയർപോർട്ടിൽ എത്തും. ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് അത് അത്ഭുതമാക്കി തീർക്കുവാൻ ഇടയായിത്തീരും. പ്രാർത്ഥിച്ചെന്ന് ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 എന്തോ ബ്രദറെ, എൻ്റെ പേരാണ് സുജാത. ഞാൻ എപ്പോഴും എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒരു മുറിയിൽ ഒളിച്ചിരുന്ന് കേൾക്കുന്ന ഒരാളാണ്. അപ്പൊ ഇന്ന് ബ്രദർ സുജാത ദൈവം തൊട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു.
തീർച്ചയായിട്ടും സിസ്റ്റർ ആലോചന ഏറ്റെടുത്തോണം. കർത്താവ് ആ വിഷയത്തിന്റെ മേൽ അത്ഭുതകരമായി തന്നെ സാക്ഷിയാക്കും കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? എനിക്കുണ്ട് പ്രൈസ് ദി ലോർഡ് ബ്രദറെ. എനിക്കുണ്ട്. എന്റെ പേര് സുജാത തന്നെയാണ്. ഒത്തിരി നിന്നയിലൂടെയാണ് ദൈവദാസനെ ഞാൻ കടന്നു പോകുന്നത്. ഞാൻ അത് ഏറ്റെടുക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ ഏറ്റെടുത്തോണം. എനിക്ക് കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റാനിടയായി തീരും കേട്ടോ. വലിയ പ്രവൃത്തിയെ കർത്താവ് നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ പറഞ്ഞില്ലായിരുന്നു എസ് എന്ന് തുടങ്ങുന്ന ഒരു മോള് ജോലിയുടെ കാര്യം അതെ അതെ ഇപ്പൊ സിസ്റ്ററെ. പ്രാർത്ഥിച്ചപ്പം അതെന്റെ മോളാ. അവള് സർട്ടിഫിക്കറ്റ് വെച്ച് ഇപ്പം ജോലിക്ക് വേണ്ടി ഇരിക്കുക. അത് കിട്ടിയില്ല വേറെ ഏതിനേലും പോണോന്നും പറഞ്ഞിരിക്കുക. സിസ്റ്റർ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. നേരത്തെ കർത്താവ് നേരത്തെ ബ്രദർ പറഞ്ഞ സീന കുര്യൻ സീനാക്കുര്യൻ സിസ്റ്റർ അത് ഏറ്റെടുത്തോണം. നേരത്തെ ഒരിക്കൽ കർത്താവ് ഇതുപോലെ അത് ഏറ്റെടുത്തോണം. ഞാനത് കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. വീണ്ടും അത് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ വിട്ടുകൊടുക്കരുത്. പ്രാർത്ഥിച്ചോണം. ആമേൻ. തമ്പുരാൻ അത് അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. ആമേൻ. നന്ദി കർത്താവേ. ആമേൻ. ആമേൻ. പറഞ്ഞു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ, എനിക്ക് രണ്ടു ദിവസം മുമ്പ് ഞാൻ യൂട്യൂബിൽ ഒരു ദാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ദാസൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ മകളുള്ള ദാസൻ എന്നൊരു വ്യക്തിയെ കർത്താവ് തൊടുന്നു എന്ന് ബ്രദർ പറഞ്ഞല്ലോ. ബ്രദറാണോ അത്? ആ പറഞ്ഞ അടയാളങ്ങളെല്ലാം ബ്രദറുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അതെ. ഏറ്റെടുത്ത ബ്രദറെ, ഈ ദിവസം പ്രാർത്ഥനയിലും വചനത്തിലും ബലപ്പെട്ടോണം. കർത്താവ് അത് വലിയ സാക്ഷ്യമാക്കി കുടുംബത്തെ മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ്. ഗോഡ് ബ്ലസ്. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ ബ്രദർ. ഞാൻ ഇന്നലെ ഒരു വിഷയം പറഞ്ഞിരുന്നു. ഇന്നലെ ഒരു മെസ്സേജ് അയച്ചിരുന്നല്ലോ. മറ്റേ എന്റെ ചർച്ചിലെ ബ്രദറിന്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഇന്നലെ അത് നമ്മൾ പ്രാർത്ഥിച്ചതാണ്. ഇന്നലെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് തലയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് വളരെ സീരിയസ് ആണ്. 1.5 മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ചെല്ലണമെന്ന് പറഞ്ഞു. ഈ പോകുന്ന വഴിക്കാണ് ഈ ബ്രദറെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ബ്രദറും മെസ്സേജ് എനിക്ക് അയച്ചു തന്നിരുന്നു. ഞാൻ അത് അയച്ചു കൊടുത്തിരുന്നു. പിന്നെ അവിടെ തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഡോക്ടർ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ, ഒരു കുഴപ്പമില്ലത്. പിന്നെ ആംബുലൻസിൽ കൊണ്ടുപോയ കക്ഷിയെ തിരിച്ച് ബസ്സിൽ അവരിങ്ങോട്ട് പോകുന്നത്. ദൈവത്തിന് നന്ദി. ആമേൻ. അത് വലിയ സാക്ഷ്യമാണ്. നിങ്ങൾ കേട്ടതുപോലെ തന്നെ ടോമസ് ബ്രദർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ബ്ലഡ് തലയിൽ ക്ലോട്ട് ചെയ്തു. അപ്പോൾ പാലക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞു നേരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വിട്ടോളാൻ പറഞ്ഞു. ആംബുലൻസെ കൊണ്ടുപോയി ആ വഴിമധ്യയാണ് പ്രാർത്ഥിക്കാൻ കർത്താവ് നമുക്ക് അവസരം തന്നത്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ ആലോചിച്ചോണം, വെറുതെ ഒരു ഡോക്ടർ ആരെയും എന്ത് ചെയ്യത്തില്ല, എമർജൻസി ആയിട്ട് ആംബുലൻസെ പറഞ്ഞയക്കത്തില്ല. പക്ഷേ അവിടെ ചെല്ലുന്നതിനിപ്പുറം തന്നെ ആ വഴിയാത്രാ മധ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ക്ലോട്ടായി ചിലപ്പോൾ കണ്ടതായിരിക്കാം. പക്ഷേ യേശു തൊട്ടു. ഡോക്ടർ പറഞ്ഞെന്ന് കേട്ടതുപോലെ തന്നെ അങ്ങോട്ട് ആംബുലൻസിൽ പോയി തിരിച്ചിങ്ങോട്ട് വണ്ടിയെ പറഞ്ഞു വിടുന്നു, ബസ്സെ പറഞ്ഞു വിടുന്ന രീതിയിൽ കർത്താവ് അത്ഭുതം ചെയ്തു. കർത്താവ് തൊട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു മിസ്റ്റർ. എനിക്ക് ചുമയുണ്ടായിരുന്നു. ഒരു 10-15 വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു ചുമ. അത് ഞാൻ കോട്ടയത്ത് വന്ന ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല. എന്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിന്നീട് അത് ഉണ്ടായിട്ടില്ല ചുമ. പിന്നെ മുട്ടിന്റെ തേയ്മാനം ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞു. ആമേൻ. എത്ര വർഷമായിട്ടാ ചുമയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സിസ്റ്ററെ? 10-15 വർഷത്തോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഒരു സാധാരണ ചുമയല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 10-15 വർഷമായിട്ട് അസ്വസ്ഥതയായിരുന്നു ചുമയുടെ, അലർജിയുടെ. സ്തോത്രം. കർത്താവ് ഇന്ന് കോട്ടയത്ത് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അലർജിയാന്ന് പറഞ്ഞല്ലേ? അലർജി ഡോക്ടർമാരെയൊക്കെ കാണിച്ച് മരുന്ന് കഴിക്കാറുണ്ടായിരുന്നു, പക്ഷെ മാറിയായിരുന്നു. ആമേൻ. കോട്ടയത്ത് വന്നു ആ കൈവെപ്പ് കിട്ടിയല്ലേ? യേശുവിന്റെ നാമത്തിൽ ആ കൈവച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് തന്നു. ഞാൻ പറഞ്ഞു, അതായത് കോട്ടയത്തിന്റെ അറ്റം ഇടുക്കിയുടെ അതിരയിലാണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഇടുക്കിന്ന് വരുന്നതെന്ന് പറഞ്ഞു. മുണ്ടക്കയത്തൊന്നും പോണം എനിക്ക്. കർത്താവ് തൊട്ടതിന് നന്ദി കേട്ടോ. വലിയ കാര്യമാണ്. കാര്യം
നിങ്ങൾ ടെസ്റ്റ് പിന്നെ മണികൾ മുട്ടിന് ആനിയമ്മ എന്ന് പറഞ്ഞ സഹോദരി ടെസ്റ്റ് സാക്ഷ്യം എനിക്കറിയത്തില്ല. ഇപ്പൊ കമന്റ് ബോക്സിലോട്ട് അയക്കുന്നില്ല, അങ്ങനെ അയക്കരുത്. സാക്ഷ്യം എനിക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നില്ല, കാര്യം പെട്ടെന്ന് മെസ്സേജ് പോകുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ സാക്ഷ്യം പറയണം. പ്രിയ സിസ്റ്റർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 10 വർഷമായിട്ട് അലർജിയും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ചുമയായിരുന്നു, മുട്ടിന് തേയ്മാനം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്. പക്ഷേ ഇടുക്കിയിൽ നിന്നാണ് കോട്ടയത്തിന് പ്രാർത്ഥനയ്ക്ക് വന്ന്. ആലോചിച്ച് നോക്കി, അത്രയും ദൂരം യാത്ര ചെയ്ത് കോട്ടയത്ത് വന്നു, കൈവച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ കൊടുത്തു. ആ കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് ശേഷം ആ ചുമയുടെ ബുദ്ധിമുട്ട് 11 വർഷം കൊണ്ട് ഉണ്ടായിരുന്ന അലർജി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന ചുമ മാറി, മുട്ടിന് തേയ്മാനത്തിന് സൗഖ്യമുണ്ടായി. എന്ന് സാക്ഷ്യമാക്കി കർത്താവ് നിർത്തി. അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ കമന്റ് ബോക്സിൽ സാക്ഷി വായിക്കരുത്, എനിക്കത് വായിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഞാൻ മിന്നായം പോലെ കണ്ടുപോവാണ്. അതെന്താ സാക്ഷ്യം ഞാൻ കണ്ടില്ല, അത് മരുന്ന് നിർത്തിയെന്നാണോ പറഞ്ഞത്, എന്താന്ന് കണ്ടില്ലത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് സാക്ഷ്യം പറയണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. അല്ലെങ്കിൽ വായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക, സാക്ഷ്യമാണെങ്കിൽ. എന്റെ സഹോദരൻ 2 മക്കളാണ് ആമക്കളുള്ളതേ. അല്ല ഒരു മകന് ഭയങ്കര പ്രയാസമാണ്. അനിയത്തി കേൾക്കുന്നില്ല കേട്ടോ. ഹലോ പറഞ്ഞു. ഞാൻ പറഞ്ഞ വിഷയം കേട്ടോ ബ്രദർ? ഇല്ലില്ല, പറഞ്ഞു, കേട്ടില്ല. ഞങ്ങളെ സഹോദരി റേഞ്ച് കട്ടാവുന്നുണ്ടല്ലോ. 2 ആമക്കളാണല്ലേ, പ്രയാസത്തിലും പ്രശ്നത്തിലും ഭയങ്കര പ്രയാസത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ ഈ വിഷയം അത് ഏറ്റെടുക്കുന്നു ബ്രദർ, പറഞ്ഞ വിഷയം ഏറ്റെടുക്കുന്നു ബ്രദർ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഏറ്റെടുത്തോണം, പ്രാർത്ഥിച്ചോണം, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. താങ്ക് യു ബ്രദർ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് പറഞ്ഞു. ബ്രദറെ. എനിക്ക് 2 ആൺമക്കളിനകത്ത് ആ ഇളയ മകനെ പറ്റി ഞാൻ ഒരുപാട് വേദന അനുഭവിക്കുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ ഞാൻ സുവിശേഷത്തെ പറ്റി മറ്റാൾക്കാരോട് പറയുന്നുണ്ട്. എന്നോട് എന്റെ ബന്ധുക്കൾ തന്നെ എത്താൻ ചോദിക്കുന്നു, നീ ഇത്രയും നാളുകൊണ്ട് യേശുവിനെ അറിഞ്ഞിട്ട് നിന്റെ മോൻ എന്താ നന്നായി വരാത്തെ? അവൻ എന്ന് നന്നായി വരുന്നു ആ കാലത്ത് ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കാൻ തന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു ബ്രദറെ. തീർച്ചയായിട്ടും സിസ്റ്റർ, അതിനു മുമ്പ് തന്നെ കർത്താവ് അവരെ സാക്ഷ്യമാക്കുന്നു. കേട്ട വചനം പോലെ തന്നെ കർത്താവ് നമ്മളെ കണ്ടത് ഫലം കായ്ക്കാനാണ്. ആ പ്രവചന ആലോചന ഏറ്റെടുത്തോണം, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു സാക്ഷ്യം പറയാൻ എനിക്കുണ്ട്. പറഞ്ഞു. ഞാൻ കോട്ടയത്ത് പ്രയറിന് വന്നത്. കേൾക്കുന്നില്ല സിസ്റ്ററെ, പറഞ്ഞു. ഹസ്ബൻഡിനോട് പറഞ്ഞു കോട്ടയത്ത് കോട്ടയത്ത് പോകണമെന്ന് പറഞ്ഞു. പ്രയറിനാ പോണേന്ന് ഞാൻ പറഞ്ഞില്ല, ജോലി സ്ഥലത്ത് ഒരു കാര്യത്തിനാണെന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പ്രയർ കൂടാമെന്ന്. പക്ഷെ ഞാൻ ഭയങ്കര ജോലി സ്ഥലത്ത് ഭയങ്കര ഭാരത്തോടുകൂടിയാണ് ഞാൻ കടന്നു വന്നത്. ഞാൻ ബ്രദറിനോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു, പക്ഷെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഉറങ്ങുന്നു. ജോലി വിഷയങ്ങളൊക്കെ അങ്ങനെ തന്നെ, പക്ഷെ എനിക്കൊരു ജോലിയിൽ ഒരു മാറ്റം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വേറൊരു ജോലി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സുഖമായിട്ട് ഞാൻ ഉറങ്ങണു. ബ്രദറെ, ഒരു കുരുവിളയുടെ ഫാമിലിയെ തുടർന്ന് പറഞ്ഞില്ലേ? കേക്കാവോ ബ്രദറെ? കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. എന്റെ പേര് ജിൻസൺ എന്നാണ്. ഞാൻ UK-യിലാണ്, ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ ഫാദറാണ് കുരുവിള. അതുപോലെ ഒരു 56 ഇയേഴ്സ് ഉള്ള അതെന്റെ സിസ്റ്ററാണ്. ചേച്ചിയുടെ ഹസ്ബൻഡിന് ലിവർ ഡിസീസ് ആയിട്ട് അവർ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടിരിക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കുറച്ച് കടഭാരങ്ങളുണ്ട്. ആകെ അവര് ഭയങ്കര സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കത് ആലോചന. പിന്നെ അതുപോലെ പറഞ്ഞു. അതുപോലെ തന്നെ 2 ആൺതലമുറയിലെ ഒരാൾക്ക് വേണ്ടിയിട്ട് വിഷമിക്കുന്നുണ്ട്. എൻ്റെ മൂത്തയാൾ, അവൻ A ലെവലാണ്. പക്ഷെ എന്നോടും എല്ലാവരോടും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇടപെടുന്നത്. ആൾ എന്നോട് മാത്രം സംസാരിക്കുമ്പോൾ ഇച്ചിരി റൂഡാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ്. കർത്താവിന്റെ കൃപയിൽ ആ ദൂത് ഏറ്റെടുത്ത് സിസ്റ്ററെ ആലോചന ഏറ്റെടുത്തോണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റാൻ ഇടയായി തീരും കേട്ടോ. കർത്താവ് അത് അത്ഭുതമായി സാക്ഷ്യമാക്കി മാറ്റാൻ ഇടയായി തീരും കേട്ടോ. ഒരു മിനിറ്റ് ഒരുമിച്ച് മ്യൂട്ട് മാറ്റല്ലേ. ഒരുമിച്ച് മ്യൂട്ട് മാറ്റല്ലേ.
ഒരുമിച്ച് മ്യൂട്ട് മാറ്റില്ല. ഒരുമിച്ച് മ്യൂട്ട് മാറ്റിയാൽ ക്ലിയർ അല്ല, നെറ്റ്വർക്ക് ജാം ആവും, നമുക്ക് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റാതെ വരും. ആരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞു ഹലോ, പറഞ്ഞു. ബ്രദർ, ഇന്നലെ രണ്ടുപേർക്ക് തലയ്ക്കകത്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനും അത് ഏറ്റെടുത്തായിരുന്നു. എനിക്ക് തലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര പെരുപ്പോ എന്തൊക്കെയോ വല്ലാത്ത അസ്വസ്ഥതകളായിരുന്നു. എന്നിപ്പോ അത് പൂർണ്ണമായി മാറി എനിക്ക് സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ട്. എത്ര നാളായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സിസ്റ്ററെ? ഒത്തിരി വർഷങ്ങളായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു 8-9 വർഷങ്ങളായിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ തല കറങ്ങുകയും ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോഴും തലകറക്കമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ലായിരുന്നു. കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കുമായിരുന്നു. ഇപ്പൊ അതെനിക്ക് എന്തോ ഏതാണ്ട് ഇറങ്ങിപ്പോയതുപോലെ തലയ്ക്കകത്തുനിന്ന് ഒത്തിരി സന്തോഷവും സമാധാനവും ഉണ്ട്. ആമേസ് പറഞ്ഞ പോലെ തന്നെ കുറെ വർഷങ്ങളായിട്ട് 10 വർഷമായിട്ട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു തലയിലെ ബുദ്ധിമുട്ട്. ദൈവാത്മാവ് വെളിപ്പെടുത്തി തലയ്ക്കകത്ത് സൗഖ്യം നടക്കുന്നു എന്ന് പ്രിയമുള്ളത് ഏറ്റെടുത്തു. കർത്താവ് അത് സൗഖ്യമാക്കി. അത്രയും വർഷം നിന്ന് ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ഒക്കെയും കർത്താവ് സൗഖ്യമാക്കി. കർത്താവ് തൊട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ ഒരു മിനിറ്റ് എക്സ്ട്രാ നിൽക്കും. ഞാൻ ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി പോവാണ്. എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വഴി തുറക്കുവാൻ യേശു ശക്തനാണ്. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ നിങ്ങൾക്ക് അത്